ഇനി രംഗത്തിനുള്ള ബാല്യവും യൗവനവും നരേന്ദ്രമോദിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ അടുത്തതാരാണ് എന്നൊരു ചോദ്യം വന്നിരുന്നു. യോഗി ആദിത്യനാഥാണെന്ന് കേട്ടിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.പിയിൽ കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും സഖ്യം ഒരു തൂഫാൻ ഇറക്കിയപ്പോൾ മൂപ്പരുടെ കാര്യങ്ങൾ പരിങ്ങലിലായി. ആ ഗ്യാപ്പിലേക്ക് ഓടിക്കേറിയത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. രാജ്യത്ത് ഇന്ന് ഏറ്റവും ഭീതിതമായ തോതിൽ വർഗീയ ധ്രുവീകരണം നടക്കുന്ന സംസ്ഥാനമായി അസം മാറി. സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയുടെ 40% മുസ്ലിങ്ങളാണ്. മതിയായ ഉപജീവന മാർഗം പോലും ഇല്ലാത്ത പട്ടിണി പാവങ്ങളാണ് ഇവരിലേറെയും. ഇവരെ കുടിയേറ്റക്കാരാണെന്ന് മുദ്ര കുത്തി അപരവൽക്കരിക്കുകയാണ് BJP സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും. ഇവരോട് പൗരത്വം തെളിയിക്കാൻ പറയുന്നു, നീട്ടുന്ന രേഖകൾ മതിയായില്ല എന്ന് പറയുന്നു, നേരെ ഫോറിൻ ട്രിബ്യൂണലുകളിലേക്ക് വിടുന്നു, അവിടെ നിന്ന് ഡിറ്റൻഷൻ ക്യാമ്പുകളിലാക്കി വാതിൽ കൊട്ടിയടക്കുന്നു. മുസ്ലിങ്ങളുടെ ആവാസം, ഉപജീവനം, ആരാധന, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്ഥാപനങ്ങൾ എല്ലാറ്റിനെയും ഭീകരമുദ്ര കുത്തി അപരവൽക്കരിക്കുകയാണ് ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിന്?